ശ്യാമേ, ഇപ്പൊ നമ്മൾ ആ കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. ബൈ എനി ചാൻസ് കോൺട്രാക്ട് ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലും? ആ കുഞ്ഞ് എവിടെയുണ്ട്, ആരുടെ കൂടെയുണ്ട്? അറ്റ്ലീസ്റ്റ് യു ഗൈസ് നോ ദ ഡോക്ടർ, റൈറ്റ്? ഡോക്ടറിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കള്ളങ്ങൾ പുറത്തു വരുമല്ലോ. ആ ഡോക്ടർ ആരാ? റാം. ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതില് ഡോക്ടറിനും എന്തോ പങ്കുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. സോ അവരുടെ പുറകെ പോയിട്ട് എനിക്ക് യൂസ് ഒന്നുമില്ല. ആക്ച്വലി ചാന്ദിനെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. ബട്ട് അവരെന്തോ അവളെ വഴക്ക് പറഞ്ഞു. സോ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ഹോപ്പില്ല. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട്? ഐ ഡോണ്ട് നോ. പക്ഷെ എനിക്ക് നല്ല ഹോപ്പ് ഉണ്ട് റാം. എനിക്ക് എൻ്റെ മോളെ എന്തായാലും വേണം. ആ സെറോഗസി മദറിന്റെ അഡ്രസ് ബൈ എനി ചാൻസ് കോൺട്രാക്ട് ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലും? കോൺടാക്ട് ഡീറ്റെയിൽസ് അനുസരിച്ച് ആ മദറിനൊന്ന് കാണാൻ പോലും കഴിയില്ല റാം. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരാളെ മീറ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെ അവരുടെ അഡ്രസ്സിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? ആൻഡ് സറോഗസി റൂൾസ് പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പോലും അറിയാൻ പാടില്ല എന്നാണ്. സത്യമായിട്ടും ഈ കുട്ടികളി എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ആ കോൺട്രാക്ട് ഡീറ്റെയിൽസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് ഹെൽപ്ഫുൾ ആവില്ലേ? ആ പേപ്പേഴ്സ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. ആ കുഞ്ഞ് ജീവനോട് ഇല്ലയെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് അതൊക്കെ വേസ്റ്റ് ആണെന്നാണ് തോന്നിയത്. എന്ന് വെച്ചാൽ ആ പേപ്പേഴ്സ് കീറിക്കളഞ്ഞൊന്നല്ല, ബട്ട് യു നോ. അല്ലടാ, വീട്ടിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഫയൽസിന്റെ ഇടയിൽ വല്ലതും പെട്ട് കാണും. ഇഫ് യു ഗൈസ് ഫൈൻഡ് ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. വി കുഡ് ഹാവ്, ബട്ട് ഇത്രയും നാൾ ഞങ്ങളിൽ നിന്ന് വീട്ടിലേക്ക് ഇനി പോവാൻ പറ്റില്ലല്ലോ. എന്താ? ശ്യാമേ, എന്ത് പറ്റിയെന്ന് പറ. ഒന്നുമില്ല റാം. അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു വീട് നോക്കാമെന്ന് കരുതി വീട് വിട്ടിറങ്ങി. എന്നിട്ട് ഇതുവരെ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞേയില്ലല്ലോ. സോറി രാമ, പറയരുതെന്ന് കരുതിയിട്ടല്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ ശ്യാമേ, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. എങ്കിൽ നിങ്ങൾ ഇനി പുതിയൊരു വീട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കുഞ്ഞിനെ കണ്ടെത്തുന്നത് വരെ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാം. ഐ മീൻ നിന്നേ പറ്റൂ. ഹേ നോ നോ, ഞങ്ങൾ ഗണേശോത്സവം കൂടാൻ വേണ്ടി വന്നാ. അതിപ്പോ കഴിഞ്ഞല്ലോ. വിൽ ലീവ് നൗ. അതല്ലടാ, നിങ്ങൾ ഇതുവരെ വീട് പോലും നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ലിസൺ, എനിക്കൊന്നും അറിയണ്ട. നിങ്ങളിപ്പോ ഇവിടെ നിന്നാ മതി. ഇതിലിപ്പോ ഇത്ര ആലോചിക്കാൻ മാത്രം എന്താടാ ഉള്ളത്? അതല്ല റാം, ഞങ്ങളൊരു ബുദ്ധിമുട്ടാവാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കോളാം. റെന്റഡ് ഹൗസ് കണ്ടെത്താൻ പ്രയാസമുണ്ടോ ഒന്ന് അന്വേഷിച്ചാ പോരെ? അല്ല, നിങ്ങൾ എന്തിനാ ഇത്ര ഫോർമാലിറ്റി കാണിക്കുന്നത്? നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ കുഞ്ഞിനെ കണ്ടെത്താൻ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പറയൂ മാഡം. അല്ല അർപ്പി, ഞാൻ നിന്നൊരു ജോലി ഏൽപ്പിച്ചപ്പോ തിരിച്ച് നീ എന്നോടൊരു ജോലി പറഞ്ഞിരുന്നില്ലേ? നിന്നോട് എന്തു പറയാൻ? ആ സീതയുടെ ഡെലിവറി കഴിഞ്ഞത് ഏത് ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ഇപ്പം അറിയാം. ഏത് ഡോക്ടറാണ് ഡെലിവറി നടത്തിയതെന്നുള്ള കാര്യവും അറിയാം. ആ കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് കണ്ടെത്താനായിട്ട് പറഞ്ഞപ്പോ ആ ജോലി നീ പിന്നെ എന്നെ ഏൽപ്പിക്കുവാണോ? ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വെറുതെ നിനക്ക് ലക്ഷങ്ങൾ എണ്ണി തരുന്നത്? സീതയുടെ ഡെലിവറി നടത്തിയത് ഡോക്ടർ അനന്തലക്ഷ്മിയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവിടെ നിന്നൊന്നും തന്നെ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? നോക്കൂ മാഡം, ആ അനന്തലക്ഷ്മിയെ പിടിച്ച് പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവര് സീതയുടെ ഡെലിവറി നടത്തി ജീവിക്കാനുള്ളൊരു വഴി ഒരുക്കി കൊടുത്ത ഡോക്ടറാ. ദാറ്റ്സ് ഇറ്റ്. സീതയെക്കുറിച്ച് എന്തെങ്കിലും രഹസ്യം അറിയുന്നുണ്ടെങ്കിൽ അവളുടെ ആ തന്തയ്ക്കും തലയ്ക്കും മാത്രമേ അറിയൂ. അവരെ ഒന്ന് ചോദ്യം ചെയ്താലെല്ലാം അറിയാൻ പറ്റും. ഓ ഈസ് ഇറ്റ്? എന്നിട്ട് നീ എന്താ മുഹൂർത്തത്തിന് കാത്തിരിക്കുവാണോ? എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും നിനക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കണോ? മേഡം, ഞാൻ ഒരു ജോലിയും പെൻഡിങ് വെച്ചിട്ടില്ല. പറ്റുന്ന പോലെ എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. അവര് രണ്ടുപേരും ജീവൻ വരെ കളയാൻ തയ്യാറാ. പക്ഷേ സീതയെക്കുറിച്ചൊന്നും പറയാൻ തയ്യാറല്ല.
അതുകൊണ്ടാ പറയുന്നത് മാഡം, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നോക്ക്, ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. വെറും ഒരു ക്രിമിനലായ എന്നെ നിങ്ങൾ ജയിലിൽ നിന്ന് ഇറക്കിയില്ലേ? ആ നിങ്ങൾക്ക് ഒരു കുഞ്ഞി കോഴിയെപ്പോലുള്ള സീതയുടെ ജീവചരിത്രം പുറത്തു കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണോ? അതാ ഞാൻ പറഞ്ഞത്, ആ സീതയോട് തന്നെ സംസാരിച്ച് അവളുടെ ഭർത്താവിന്റെ പേര് കണ്ടെത്താൻ നോക്ക്. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇത് നന്നായിട്ടുണ്ട്. നിനക്ക് പണം തന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്ന് ഇപ്പൊ നിന്റെ അടുത്തുനിന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നു. ബ്രില്യന്റ്. മാഡം, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് പണം തരുന്നോണ്ടല്ല, സീതയ്ക്ക് വേണ്ടിയതല്ല. പണം തരുന്നില്ലേ ജോലി ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ സംസാരിക്കണ്ട. കൂടുതൽ പണം എറിഞ്ഞാൽ കൂടുതൽ ജോലി ചെയ്യുമെന്നും വിചാരിക്കരുത്. ഞാൻ ഏത് കാര്യം ചെയ്താലും സീതയ്ക്ക് വേദനിക്കാത്ത രീതിയിലേ ഞാൻ എന്തും ചെയ്യൂ. സീതയുടെ ഭർത്താവിന്റെ പേര് കണ്ടെത്തിയിട്ട് പറ, അത്രയും മതി. അത് കഴിഞ്ഞ സീത നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ പൂ പറിക്കുന്ന പോലെ നടത്തിത്തരാം. ഓക്കെ? ഇവനിപ്പോ ഞാൻ കൊടുക്കുന്ന പണത്തിനേക്കാൾ നമ്മുടെ സീതാ മാതാവിനോടൊരാഗ്രഹം ബാക്കിയുണ്ടെന്ന് സാരം. ഇനി നീ എന്ത് ചെയ്യും ശ്രീരാമ? സീതാ മേഡം, നിങ്ങൾ എപ്പോഴും എൻ്റേത് മാത്രമാണ്. ഇതൊക്കെ ഒരുമാതിരി ഭക്ഷണം വളച്ചു ചുറ്റി വായിലേക്ക് വെക്കുന്ന പോലെ ആണെങ്കിലും എൻ്റെ ഡെസ്റ്റിനേഷൻ നീ മാത്രമാണ്. നീ മാത്രം. മണവാട്ടി കാണിക്കെടുത്തോ, സാവിത്രി കാണിക്ക തരൂ. മണവാട്ടി കാണിക്കെടുത്തോ, സാവിത്രി കാണിക്ക തരൂ. വർഷം അവന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റട്ടെ മോളെ. റാം പറഞ്ഞിരുന്നു നിങ്ങളെ രണ്ടുപേരെയും വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. നിങ്ങൾക്ക് എന്റെ കൂടെ വന്നൂടെ? അപ്പോ ആ രുദ്രപ്രതാപിന്റെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അയ്യോ സീത, ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട മോളെ. 10-16 കുടുംബമുള്ള അപ്പാർട്ട്മെന്റ് ഇത്. ഇവിടെ എല്ലാ സമയത്തും ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊന്നും വെറുതെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ന് സംഭവിച്ചതുപോലെ ഇനി സംഭവിക്കാൻ പാടില്ലല്ലോ. എന്തുണ്ടായാലും നിങ്ങൾ ഇനി അതെന്നോട് പറയണം. പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മകളല്ല ഞാനെന്നാ അർത്ഥം. ഇവള് പറഞ്ഞില്ലേ പറയണ്ട, ഞാൻ ഏതായാലും പറഞ്ഞിരിക്കും. ഞങ്ങൾക്കറിയാം നീ ധൈര്യമുള്ള കുട്ടിയാ. പക്ഷേ ആ രുദ്രപ്രതാപ് ഒരു കട്ടിയേയില്ല. അത്ര ചെയ്താ മതി. അമ്മേ, ടാബ്ലറ്റ്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളെ ഒരു ഡെലിവറി പേയ്മെന്റ് ഒക്കെ ഓൾറെഡി ചെയ്തതാണേ. വന്ന് ഇത്ര നേരം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാ നീ ചെയ്തത്? പിന്നെ എന്റെ അച്ഛനും അമ്മയല്ലേ നിങ്ങള്, ഞാനല്ലാതെ വേറെ ആര് ചെയ്യാനാ? ശ്രദ്ധിക്കണേ മോളെ, ഒറ്റയ്ക്ക് വന്നതല്ലേ. ശരി അമ്മേ. എനിക്കാണെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് പോവാനും തോന്നുന്നില്ല. പോയാലും എപ്പോഴും ഇങ്ങോട്ട് വരാനാ തോന്നാറ്. ഇവിടെ നമ്മൾ എല്ലാരും ഒരുമിച്ച് ജീവിച്ച കാര്യങ്ങൾ ഓർമ്മ വരാറ്. ഇനി എന്തായാലും ആ ജീവിതം തിരിച്ചു കിട്ടില്ല. നീ ഇന്നലെ ജീവിച്ച ജീവിതത്തെക്കാളും ഇപ്പൊ ജീവിക്കുന്ന ജീവിതവും നാളെ വരാൻ പോകുന്ന ജീവിതവും നല്ലത് മാത്രമായിരിക്കും. അതുകൊണ്ട് ഒരു വിഷമവും വേണ്ട മോളെ. ശരി അമ്മേ. അമ്മ, ഞാൻ പോയിട്ട് വരാം. അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ, നന്നായി വരും മോളെ. ഏട്ടാ, ഒരു ബാഗ് എടുത്തു കൊടുക്ക.
ബഹു റാം, ഞാൻ അല്ലെങ്കിലേ പേടിച്ചു നിൽക്കുക. നിങ്ങൾ പിന്നെ എന്നെ പേടിപ്പിക്കുകയാണോ? ഒന്നാമതേ പേടിച്ച് നിൽക്കാന്നോ? ഞാനല്ലാതെ വേറെ ആരെ എന്നെ ഭാര്യ പേടിപ്പിക്കാനാ? വാ, ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോണം. വേഗം വാ. ഓഹോ, ഭാര്യയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടാക്കിയില്ല എന്നും പറഞ്ഞ് എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാനാ? റാം, ഇതൊരു സീരിയസ് പ്രശ്നോ. ആ പഴയ സൈക്കോ വീണ്ടും വന്നിട്ടുണ്ട്. പഴയ സൈക്കോയോ? അതാരാ? രുദ്രപ്രതാപ്. വാട്ട്? അവനെന്താ ഇപ്പൊ ചെയ്തേ? സീതാ, ഫസ്റ്റ് ഓഫ് ഓൾ നിന്നെ പുറത്തേക്ക് ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു. റാം, പ്ലീസ് കാം ഡൗൺ. അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിലേക്ക് പോയി അച്ഛനെയും അമ്മയും അവൻ ബുദ്ധിമുട്ടിച്ചത്രേ. എന്നെ കുറിച്ച് എന്തൊക്കെയോ ഇൻഫർമേഷൻ ചോദിച്ചത്രേ. അതുകൊണ്ട് അവന്റെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം. അല്ല, ഇത്രയൊക്കെ ആയിട്ട് അവനൊന്നും പഠിച്ചില്ല. അല്ല, ഞാനും അശോകം കൊടുത്തൊന്നും പോരെ അവന്. സീത, മുത്തച്ഛനും മുത്തച്ഛിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? അവർക്കൊരു കുഴപ്പമില്ല. അവർ നല്ല ധൈര്യമായിട്ട് തന്നെ നിൽക്കുന്നേ. ഇപ്പൊ നമ്മളൊരു പോലീസ് കംപ്ലൈന്റ് കൊടുത്താ അവന്റെ ശല്യം അങ്ങ് തീർന്നോളും. റാം, ശാലിനി ശ്യാമും ഒക്കെ പോയോ? അവര് പോകുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിലെത്തണമെന്നാ ഞാൻ കരുതിയേ. അവരിപ്പോഴും പോയിട്ടില്ല. ആക്ച്വലി സീത, ശ്യാമും ശാലിനി ഇനി കുറച്ചു ദിവസം നമ്മുടെ കൂടെ ആയിരിക്കും കേട്ടോ. എന്തിനാ ഞാൻ ഷാലുവിനെ ജിജുവിനെ ഇവിടെ നിന്ന് പറഞ്ഞു വെച്ചത്? ഒറ്റയ്ക്ക് നിൽക്കാൻ ശരിക്കും പേടിയാവുന്നുണ്ട്. സീത ഈ വീട്ടിലേക്ക് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടെന്നാണെങ്കിൽ ഈ വീട്ടിലെ സീതയുമായി ബന്ധപ്പെട്ട് മറ്റാരോ ഉണ്ട്. ഞാൻ ഈ വീടിനെ ചുറ്റിപ്പറ്റി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വരുന്നതും പോകുന്നതും ആരാന്നറിയാൻ പറ്റും. അതാരായിരിക്കും വീടിന്റെ മുന്നിൽ ഈ സമയത്ത് വന്ന് നിൽക്കുന്നത്? He looks suspicious. Who is he? ഷാലുവിനോടും ജിജുവിനോടും വീട്ടിൽ നിന്ന് പോകാൻ പറയരുതായിരുന്നു. ഇനിയിപ്പോ തിരിച്ചു വാന്ന് പറയാനും പറ്റില്ല. രാത്രി ആയപ്പോഴേക്ക് എന്റെ വീട് എനിക്ക് ഭാർഗവി നിലയം പോലെ തോന്നുക. ഓ ഗോഡ്, പ്ലീസ് ബി വിത്ത് മീ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട്ടിലുള്ളവരുടെ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ആരെയും ഞാൻ വിടില്ല. എനിക്ക് കൈവിട്ടു പോയ ആ സീത, എന്നെ അടിച്ചു കിടപ്പിലാക്കിയ ആ രാമൻ, അവനെ ഞാൻ എന്തായാലും വെറുതെ വിടില്ല. വെറുതെ വിടില്ല. നീ ഇന്ന് എന്തൊക്കെ കളി പഠിപ്പിച്ചു കൊടുത്തു? ഞാനോ? വളപ്പെട്ട് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ കക്ക് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. കളർ കളർ ചൂസ് കളർ എന്ന് പറഞ്ഞൊരു കളിയും പഠിപ്പിച്ചു കൊടുത്തു. നല്ല രസമായിരുന്നു. അതെയോ? ശ്യാം, പോയാലോ? ലേറ്റ് ആവുന്നു. റാം പുറത്തു പോയതല്ലേ, അവൻ വന്നിട്ട് പോവാം. എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? ഞങ്ങളുടെ വീട്ടിലേക്ക്. നിങ്ങൾ എങ്ങോട്ട് പോവണ്ട. ആഘോഷമൊക്കെ കഴിഞ്ഞില്ലേ സിഹി? ഇനി ഞങ്ങൾക്ക് പോയേ പറ്റൂ. ആഘോഷം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഗണേഷിനെ ഇതുവരെ ഒഴുക്കിയിട്ടുമില്ല. നിന്റെ അച്ഛനും ഇതാ പറഞ്ഞു, എങ്ങോട്ടും പോരുത്, ഇവിടെ വേണമെന്ന്. ബട്ട് ഞങ്ങൾക്ക് പോയേ പറ്റൂ മോളെ. നോക്ക്, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലാവില്ല. വന്നു പോകുന്നതാ ഭംഗി. ഓക്കെ? നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ശരിക്കും വിഷമാവും ഡിയർ ഡോക്ടർ അങ്കിൾ. എനിക്ക് നിങ്ങളെ ഇഷ്ടാ, ഈ ആന്റീനെ ഇഷ്ടാ.
നിങ്ങൾ എങ്ങോട്ട് പോവണ്ട. സിഹി, മോള് വെറുതെ വിഷമിക്കണ്ട. ഞങ്ങൾ പിന്നെ ഒരു ദിവസം വന്നോളാം. നിനക്ക് സൺഡേ ഒഴിവായിരിക്കില്ലേ? അന്ന് ഞങ്ങൾ വരാം. നിങ്ങൾ എങ്ങോട്ട് പോവില്ല. അച്ഛനും അത് തന്നെയല്ലേ പറഞ്ഞത്? അച്ഛന് മാത്രമല്ല അമ്മയ്ക്കും അത് തന്നെ പറയാനുള്ളത്. റാം എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. നിങ്ങൾക്ക് മറ്റൊരു വീട് കിട്ടുന്നവരെ പ്ലീസ് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ. അല്ല, ഇവിടെ വീട്ടിൽ നിറയെ ആളുകളുണ്ടല്ലോ. കൂടെ ഞങ്ങൾ നിൽക്കുന്നത് അത്ര ശരിയാവില്ല. അങ്ങനെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ നിന്നാ ഞങ്ങൾക്ക് സന്തോഷമേ ആവുള്ളൂ. പ്ലീസ് ഇങ്ങനെ നിർബന്ധിക്കരുത്. പ്ലീസ് ഇവിടെ നിന്നൂടെ ഡോക്ടർ അങ്കിൾ? എടാ ശ്യാമേ, അതല്ല, ഞാൻ സീതയും പറഞ്ഞ വേണ്ട നോട്ടൊക്കെ എന്ന് പറഞ്ഞോ. പക്ഷെ എന്റെ മകൾ അത്രയ്ക്ക് ചോദിക്കുന്നല്ലേ, അവൾക്ക് വേണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്നൂടെ പ്ലീസ്? ഒരു പക്ഷേ നിങ്ങളുടെ മകളാണിത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പോകുമായിരുന്നോ? അധികം ആലോചിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ മകളുടെ വീട്ടിലാ നിൽക്കുന്നേന്ന് കരുതിക്കോളൂ. ആ ശാലിനി, ഗൗരി പൂജ നടത്തിയ കുങ്കുമ അമ്മ കൊടുത്തയച്ചതാ, എടുത്തോളൂ. സീതമ്മ, എനിക്കോ? നിനക്ക് തരാതിരിക്കോ? അളിയ, കാറിന്റെ കീതാ. അല്ല, സീനിനോട് കാറിൽ നിന്ന് ലഗേജ് ഇറക്കാൻ വേണ്ടി പറയാനെത്താ. അവിടെ ആരോ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവിടെ കാണോ അതോ പോയി കാണൂ? എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓ ഗോഡ്, ഇവൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? അവിടെ നിന്ന് അനങ്ങിയിട്ടേ ഇല്ലല്ലോ. ഷിറ്റ്, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോ തന്നെ വേണം ഇതൊക്കെ നടക്കാൻ. ഇവൻ ഇവിടുന്ന് പോകുന്നവരെ എനിക്ക് ഉറക്കം വരില്ല. എന്താ ഇപ്പൊ ചെയ്യാ? പോലീസിനെ വിളിച്ച് പറഞ്ഞാലോ? അതാ ബെറ്റർ. ചെമ്പകാലയോട്ട് ഇത് തന്നെയല്ലേ വീട്ടു നമ്പർ? കറക്റ്റ് ആണല്ലോ. There is a stranger in our layout from past 2 hours. Please be careful, everyone. വീടിനകത്തുള്ള ഈ പെണ്ണും സീതയും തമ്മിൽ എന്താ ബന്ധം? കുട്ടിയുടെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് സീത ആ ലെറ്ററിൽ എഴുതിയിട്ടുമുണ്ട്. അങ്ങനെയാവുമ്പോ ഈ പെണ്ണിന് അവളൊരു ലെറ്റർ എഴുതേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ പോകുന്ന റൂട്ട് കറക്റ്റാണോ അല്ലയോ? വരൂ വരൂ. സിഹി, മോളെന്തിനാ വെയിറ്റ് എടുക്കുന്നേ? ഇങ്ങതാ. കുഴപ്പമില്ല, ഇതിന് ഒരു ഭാരവും ഇല്ല. സിഹി, അത് ബ്രാൻഡഡ് ബാഗാ. ഇങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല. തന്നെ. ഓക്കേ, ഇതെങ്കിലും താ. ആ വേണ്ട മോളെ, ഇത് ഞാൻ എടുത്തോളാം. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നതാ. ഇങ്ങനെയൊന്നും ഭാരം ചുമക്കാൻ പാടില്ല. മോളെ, ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്, നിനക്ക് താങ്ങില്ല. ഞാൻ വളരെ സ്ട്രോങ് ആ. ആഹാ, നല്ല മസിലാണല്ലോ.
പക്ഷേ ശക്തി ഉണ്ടെന്ന് കരുതി വെറുതെ വെയിറ്റ് എടുക്കാൻ നിൽക്കരുത് കേട്ടോ. കമോൺ. ഇതാ നിങ്ങളുടെ റൂം. നിങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ഉറങ്ങാം. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. പ്ലീസ് മടിയൊന്നും കാണിക്കരുത്. ഇന്നിവിടെ സ്റ്റേ ചെയ്യാനുള്ള ആലോചനയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ബട്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ ഇന്നിവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ജീവിതത്തിലെങ്കിലും നിങ്ങളോടുള്ള കടപ്പാട് തീർക്കാൻ പറ്റും. കടപ്പാടോ? നമുക്കിടയിൽ എന്ത് കടപ്പാടാ സീത? സിഹി ഹോസ്റ്റലിലായിരുന്നപ്പോ ശ്യാം ഡോക്ടർ അവൾക്ക് വേദനിക്കാതെ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. അവൾക്ക് ഫ്രണ്ട്സ് ആരും ഇല്ലാതിരുന്നപ്പോ ശ്യാം അവളുടെ കൂടെ ഇരുന്ന് അവളുടെ മുഖത്ത് ചിരി കാത്തിരുന്നു. ആ സന്തോഷത്തിന് കടപ്പാട് ഞാൻ തീർത്തല്ലേ പറ്റൂ. ഞങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിർത്തിയിട്ട് ഞങ്ങളുടെ മകളെ കണ്ടെത്താൻ സഹായിക്കുന്നു. അപ്പോൾ ആരോടെ കടപ്പാട് തീർക്കേണ്ടത്? ഒരാള് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നതല്ലേ ജീവിതത്തിന്റെ അർത്ഥം. നിങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്ന അത്രയും കാലം സ്വന്തം വീടായിട്ട് കണ്ടോളൂ. എനിക്കും അപ്പൊ സന്തോഷാവും. സിഹി, ആന്റിയോടും അങ്കിളിനോടും ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് ശാലിനി ആന്റി. ഗുഡ് നൈറ്റ് ഡിയർ ഡോക്ടർ അങ്കിൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സിഹി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.